ഒരുപാട് വണ്ടികളും അതുപോലെ തന്നെ എണ്ണിയാൽ തീരാത്ത ജനത്തിരക്കുമായിട്ട് വഴി നിറയെ ബ്ലോക്ക്. ഈ ബ്ലോക്ക് മാറ്റാണ്ട് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്ന പോലീസുകാരും വാളണ്ടിയേഴ്സും. ഇത് വേറെ എവിടെയുമല്ല, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മധൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല ബ്ലോക്കെല്ലാം കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ബൈക്കിനെ അവിടെ സൈഡായിക്കൊണ്ട് നടന്നു തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് ദൂരം മാത്രമേ ഉള്ളെന്നാട്ടാണ് ഞാൻ ഓർത്തത്. പക്ഷെ നടന്ന് എൻ്റെ കാല് വരെ വേദനിച്ചു. ആ നടന്നു പോകുന്ന ഇടയ്ക്ക് ഞാൻ അവിടെ വേറെ കാര്യം കൂടെ ശ്രദ്ധിച്ചു. വേറൊന്നുമല്ല, അവിടുത്തെ വാളണ്ടിയേഴ്സ് അതിലെ പോകുന്ന എല്ലാവർക്കും കുടിവെള്ളം ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അമ്പലത്തിന് മുമ്പിലെത്തിയപ്പം അമ്പലത്തിൻ്റെ മുമ്പിൽ നല്ല ആളുകളുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ടെങ്കിലും കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഓർത്തപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലും നല്ല ആളുകൾ. ക്യാമറയെല്ലാം ഓണാക്കി പിടിക്കുമ്പോഴത്തേക്കും എല്ലായിടും തല മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ എടുക്കുന്നത്. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി അമ്പലത്തിന് ചുറ്റും നടക്കുകയായിരുന്നു. ഞാനിവിടെ ഇതിനു മുമ്പ് ഒരു വട്ടേ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഉത്സവത്തിനാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടാകുമ്പം അവിടെ നല്ല ആളുകളുണ്ട്. അവിടെ ചെന്നിട്ടാകുമ്പം നമ്മുടെ വാലണ്ടിയേഴ്സ് പറയുന്നത് കേട്ടു, പെട്ടെന്ന് പോകണം കേട്ടോ. കാരണം സംഭവം വേറൊന്നുമല്ല, പെട്ടെന്ന് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് പോവുക. കാരണം ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ തിരക്ക് കൂടും. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ അവിടുത്തെ പ്രസാദം വാങ്ങാൻ വേണ്ടിയാണ്. ഇവിടുത്തെ പ്രസാദം നല്ല ഉണ്ണിയപ്പം കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് പിന്നെ നേരെ ചന്തയിലേക്കായിരുന്നു പോക്ക്. ചന്തയിലെത്തിയ സമയത്ത് അമ്പലത്തിൽ അവിടെ കണ്ട അത്രയും ആൾ ചന്തയിലില്ല. വൈകുന്നേരമായെങ്കിലും ആളുകൾ നല്ല കുറവായിരുന്നു കേട്ടോ. ചന്തയിൽ കൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ചെറിയ കട കാണാൻ സാധിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ പഴയ കാലത്തെ ഒരു മിഠായി കട, നമ്മുടെ പഴയ മിഠായികളെല്ലാം വിൽക്കുന്ന കടയായിരുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പം എൻ്റെ കുട്ടിക്കാലത്തെല്ലാം കഴിച്ച പല മിഠായികളും എനിക്കവിടെ കാണാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കടയെല്ലാം നോക്കി. അവിടെ നിന്ന് മിഠായി മേടിച്ചില്ല, കാരണം ഞാൻ ഇപ്പം മിഠായി കഴിക്കുന്നത് കുറവാണ്. പിന്നെ ചന്തയിൽ കൂടെ കുറച്ചും കൂടെ നടന്നുകൊണ്ട് അപ്പുറം എത്തിയപ്പം ചെറിയ ഐസ്ക്രീമെല്ലാം കഴിച്ച് പിന്നെ പയ്യെ വീട്ടിലേക്ക് യാത്രയാവുമായിരുന്നു.